ഇവിടെ ഇപ്പോൾ ചേതനയെത്തിക്കിടക്കുന്നത് ഒരുപക്ഷെ പരീക്ഷ കഴിഞ്ഞുള്ള അവധിക്കാലം ആഘോഷിക്കാൻ മനസ്സുകൊണ്ട് കൊതിച്ചവരായിരിക്കും അവർ. നിയന്ത്രണം വിട്ടെത്തിയ ആ ലോറിക്കടിയിൽ പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളുമാണ് നിരിഞ്ഞമർന്നത്. വിടരും മുൻപ് ഒഴിഞ്ഞ 4 പൂക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ കണ്ണീരോർമ്മയാണല്ലോ എന്ന് ഓർക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം എന്നും ഒരുമിച്ചായിരുന്ന, കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ചങ്ങാത്തച്ചരടിൽ കോർത്ത 4 പെൺകുഞ്ഞുങ്ങളാണ്, 4 പൂക്കളാണ് ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞത്. അത്രമേൽ ആ നാട് തേങ്ങുകയാണ്. അവരുടെ പൊതുദർശനത്തിൻ്റെ സമയം അവസാനിക്കാറായി എന്നാണ് മനസ്സിലാക്കുന്നത്. 10 മണിയോടുകൂടി 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അവർക്കുള്ള ഖബറുകളാണ് ഒരുങ്ങിയിരിക്കുന്നത്. മദ്രസ മുതൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന ആ 4 പേരും ഇനി ഉറങ്ങുന്നതും ഒരുമിച്ചാണ്. അടുത്തടുത്തുള്ള ഖബറുകളാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് കാണുമ്പോൾ അത്രമേൽ വേദനിക്കുന്നുണ്ട്. ആ 4 പെൺകുഞ്ഞുങ്ങളും ഇനിയില്ല എന്ന് എങ്ങനെ ആ നാട്, ആ വീട്, ആ മാതാപിതാക്കൾ ഉൾക്കൊള്ളുമെന്നുള്ളതാണ്. ഇർഫയുടെ അമ്മ ആ അപകടം കൺമുന്നിൽ കണ്ടു എന്നാണ് അജ്ന പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ ആ അമ്മ നിസ്സഹായയായി നിന്നു. അജ്ന ഒരു കുഴിയിലേക്ക് വീണതുകൊണ്ടാണ് ആ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപ്പോൾ ആ അമ്മ, ഇർഫയുടെ അമ്മ ഓടിയെത്തിയാണ് അജ്നയെ ആദ്യം പുറത്തെടുക്കാൻ സഹായിച്ചതെന്ന്. അപ്പോഴും അവരുടെ മകൾ ആ വണ്ടിക്കുള്ളിൽ ഞെരിഞ്ഞമരുന്നത് അമ്മ കാണുമോ? അങ്ങനെ കാണരുതേ എന്നാണ് നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ആ അമ്മയുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു ദൃശ്യം അവരുടെ കൺമുന്നിൽ നിന്ന് മാറുകയില്ല. ആ ഒരു കാഴ്ച അവർ കാണരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അജ്നയുടെ തോന്നൽ മാത്രമായിരിക്കണമേ അങ്ങനെ ആ അമ്മ, ആ മകൾ വണ്ടിക്കടിയിൽ കുടുങ്ങിയത് ഒരമ്മയും, ലോകത്ത് ഒരമ്മയും അത്തരത്തിലൊരു കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മാതാപിതാക്കളും അത്തരത്തിലൊരു കാഴ്ചകൾ കാണരുത്. കാരണം അത്രമാത്രം ഒരുപക്ഷെ ആ അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ സാധിക്കുകയില്ല. അവർ ഏത് തരത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്, അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. കാരണം 4 കുരുന്നുകൾ ഒരുമിച്ചില്ലാതായ കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ മരണത്തിനേക്കാളും വലിയ വേദനയാണത്. അത്രമാത്രം വലിയ വേദന സഹിച്ചാണ് നാട് മുഴുവൻ ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഇപ്പോൾ സമയം 9:56 ആയിട്ടുണ്ട്. 10 മണിയോടുകൂടി പൊതുദർശനം പൂർണ്ണമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അനുമോദിലോട്ട് പോകേണ്ടതുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ 4 കുഞ്ഞുങ്ങളെയും അവസാനമായി കാണാൻ ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അധികൃതരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരെല്ലാവരും എത്തിയിട്ടുണ്ട്. ആരെത്തിയാലും ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും ആ കുടുംബത്തിന് നഷ്ടമായത് 4 പെൺകുഞ്ഞുങ്ങളെയാണ്. നേരത്തെ മന്ത്രിയടക്കം സംസാരിക്കുകയുണ്ടായി. ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതിനുള്ള ഇടപെടൽ നടത്തണമെന്ന്. ഇതൊക്കെ ഒന്ന് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ, ഈ പറഞ്ഞ അധികൃതരെല്ലാവരും ഒന്ന് നേരത്തെ കണ്ണു തുറന്ന ആ വഴിയിലോട്ട് നോക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. എന്തപകടം സംഭവിക്കുമ്പോഴും ഇനിയൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതല്ലാതെ അതിന് വേണ്ട ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ, ഇതിനു മുൻപ് കല്ലടക്കൂട് നടന്ന ആ അപകടത്തിലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 4 കുഞ്ഞുങ്ങളെയും നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല. സുബി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുബി, ഈ കുഞ്ഞുങ്ങളുടെ പൊതുദർശനത്തിനുള്ള സമയം അവസാനിക്കാനിരിക്കുകയാണ്. ഇപ്പോഴിതാ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം അവിടെ എത്തിയിട്ടുണ്ടല്ലോ.
ഭവ്യ ഇപ്പോൾ മരിച്ച കുഞ്ഞുങ്ങളുടെ മൃതശരീരം കാണാൻ വേണ്ടി പാണക്കാട് സാദിഖ് അലി തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയും എത്തിയിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇരുവരും ഈ മൃതശരീരങ്ങൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അവർ അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ്, ഇത്തരത്തിൽ പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പി സരിൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും MP രാജേഷും അല്പസമയം മുമ്പാണ് എത്തി അന്തിമോപചാരം നടത്തി മടങ്ങുകയും ചെയ്തത്. അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകട കാരണം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിക്കുകയും ചെയ്തു. ഈ അപകടത്തിൻ്റെ കാരണം, അതായത് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണോ എന്ന് പരിശോധിക്കും, അതിനുള്ള നടപടിക്രമങ്ങൾ നടത്തും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വലിയ തോതിൽ ഈ അപകടമുണ്ടായതിനു ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമാണ് അവിടെ നടന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. അതിനുശേഷമാണ് പ്രതിഷേധിച്ചത്. വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാൻ അനുവദിച്ചിരുന്നില്ല. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഏറ്റവും വലിയ ഒരു അപകട വളവ് തന്നെ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ആ ഭാഗത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഈ മൃതശരീരം കണ്ട് മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേരാണ് ഇത്തരത്തിൽ അവസാനമായി അന്ത്യയാത്ര നൽകാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ, സഹപാഠികൾ, അധ്യാപകർ, ബന്ധുക്കൾ, അങ്ങനെ നിരവധി പേരാണ് ഈ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിലപിച്ചുകൊണ്ട്, അതായത് വലിയ തോതിലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹപാഠികൾ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ അന്ത്യയാത്ര നേരുന്നത്. ഒരു വലിയ നോവായി മാറുകയാണ് ഈ കുരുന്നുകൾ. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. 3:45 നടന്ന അപകടം. അതിൽ നിന്ന് ഈ വലിയ ഒരു ലോറി, സിമൻറ്റ് കയറ്റിയ ലോറി കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. ആ ലോറി പൊക്കാൻ തന്നെ വലിയ തോതിലുള്ള സമയമെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പൊതുദർശന ചടങ്ങുകൾ തുടരുകയാണ്. ഇന്നലെ വരെ ഒരുമിച്ചുണ്ടായിരുന്ന 5 പേർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിച്ചവരൊന്ന് പുറകിലേക്ക് പോകട്ടെ. എല്ലാവരും പള്ളിയിലേക്ക് നിന്ന്. പള്ളിയിലാണ് നിസ്കാരം. എല്ലാവരും പള്ളിയിലേക്ക് നിന്ന്. ഇത് കേക്ക് കൊടുക്കും. ഞാനിങ്ങോട്ട് വരണ്ട. അപ്പൊ പള്ളിയിലേക്ക് നീങ്ങി. എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങി. എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങി. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله